നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തികൾ നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ വേദനിപ്പിക്കാറുമുണ്ട്, ഇല്ലേ? ചിലരുടെ സാന്നിധ്യം നിങ്ങൾക്ക് വലിയ ഊർജ്ജവും ആത്മവിശ്വാസവും നൽകുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഇല്ലാതായാലോ? പലപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ ആ വ്യക്തിയുടെ കയ്യിലായിരിക്കും. അങ്ങനെയുള്ളപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇന്ന് കാണുന്ന ബന്ധങ്ങളിൽ ബ്രേക്കപ്പ് എന്നത് ഒരു സർവ്വസാധാരണമായ സംഭവമായി മാറിയിട്ടുണ്ട്. പല ബ്രേക്കപ്പുകളും പലരുടെയും ജീവിതം തകർത്തിട്ടുമുണ്ട്. ബ്രേക്കപ്പ് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം പരസ്പരമുള്ള വിശ്വാസം ഇല്ലാതാകുമ്പോഴാണ്. ഒരു ബന്ധത്തിലും ബ്രേക്കപ്പ് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. ഇനി ബ്രേക്കപ്പ് സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. തീർച്ചയായും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ബ്രേക്കപ്പ് ഒന്നിൻ്റെയും അവസാനമല്ല, പുതിയൊരു തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ, അതിനെ അത്തരത്തിൽ കാണാൻ എപ്പോഴും ശ്രമിക്കുക. ബ്രേക്കപ്പ് ആയതിനു ശേഷം ആ വ്യക്തി എന്തു ചെയ്യുകയാണെന്ന് അന്വേഷിക്കാൻ നിങ്ങൾ ഒരിക്കലും മെനക്കെടരുത്. അങ്ങനെ ചെയ്താൽ അത് നിങ്ങളെ കൂടുതൽ മുറിപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി ബാധിക്കുന്നതേ ഉണ്ടാകില്ല. നിങ്ങൾ ആ വ്യക്തിയുടെ ഓർമ്മകളിൽ ചുറ്റി നിന്നാൽ അത് നിങ്ങളെ കൂടുതൽ ദുഃഖിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ആ ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ അതിനെ മറന്നേ മതിയാകൂ. മുന്നോട്ട് സഞ്ചരിച്ചേ മതിയാകൂ. നിങ്ങളെ ഉപേക്ഷിച്ച് പോകുവാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് സന്തോഷമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ അതിനേക്കാൾ നല്ലത് അയാൾ ഇല്ലാതിരിക്കുന്നത് തന്നെയല്ലേ? പറന്നു പോകാൻ ആഗ്രഹിക്കുന്നവരെ പറത്തിവിടുക. അവർ തിരിച്ചു വന്നാൽ നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ മറ്റാരുടേതോ. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയി എന്ന് വെച്ച് ജീവിതം ഇവിടെ അവസാനിക്കുന്നൊന്നുമില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അയാൾക്ക് പകരം നിങ്ങളുടെ സ്വപ്നങ്ങളെ, ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുക. നിങ്ങളെ ഉപേക്ഷിച്ച് നടന്നകന്നവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ അവരോട് ഒരിക്കലും നിങ്ങൾ പഴയതുപോലെ പെരുമാറാൻ ശ്രമിക്കരുത്. മറിച്ച് ഒരു പരിചയം മാത്രം കാണിച്ച് മുന്നോട്ട് പോവുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ ചിത്രശലഭത്തിന് പുറകെ പോയാൽ അതൊരിക്കലും നിങ്ങൾക്ക് പിടിതരണമെന്നില്ല. മറിച്ച് മനോഹരമായൊരു പൂന്തോട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയേ. അവിടെ നിരവധി ചിത്രശലഭങ്ങൾ വിരുന്നിനെത്തും. ചിത്രശലഭത്തെ നിങ്ങളുടെ പ്രണയമായും പൂന്തോട്ടത്തെ നിങ്ങളുടെ ജീവിതമായും കണ്ടാൽ മതി. ഇവിടെ പ്രധാനം നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ ഇനി ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. ആ സത്യത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഒറ്റയ്ക്കിരിക്കാതെ എപ്പോഴും നിങ്ങളുടെ തലച്ചോറിനെ ബിസിയാക്കി വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാനുള്ള അവസരം ലഭിക്കും. മറവി ശരിക്കും ഒരു അനുഗ്രഹമാണ്. അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ജീവിതത്തിലെ മോശം അനുഭവങ്ങളെ മറന്നു കളയാൻ ശ്രമിക്കുക. നിങ്ങളെ എല്ലായിടത്തും വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കൂടെ കൂട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ വ്യക്തിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക എന്നത്. ആരാണോ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത് അവരെ മറന്നു കളഞ്ഞേക്കുക. കാരണം അവർ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. ബ്രേക്കപ്പിനെ മനസ്സുകൊണ്ടല്ല, തലച്ചോറ് കൊണ്ട് നേരിടാൻ പഠിക്കുക. കരഞ്ഞ് കാലുപിടിച്ച് സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അത് ലഭിക്കാതിരിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യൂ. സ്വപ്നങ്ങൾ നേടിയെടുക്കൂ. നിങ്ങളുടേത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും.